ഹായ് കൂട്ടുകാരെ, ഒരമ്മാവൻ്റെ ക്രൂരമായ ചിന്തകൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു പെണ്ണിൻ്റെ കഥയാണ്. ഫീസ് ചോദിച്ചു വന്നപ്പോൾ പഴം പിടിക്കാൻ പറഞ്ഞു. പിന്നെ പഴം വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഇയാളുടെ പരിപാടി. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരമ്മയും മകളുമാണ്. അപ്പോൾ ഈ അമ്മയും മകൾ നല്ല കഷ്ടപ്പാടിലാണ് കേട്ടോ. അച്ഛന് വയ്യ. ഇവർ താമസിക്കുന്ന ഈ അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലാണ്. അതായത് ഈ പെണ്ണിൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണ് പറയും, അമ്മ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോവാം, എനിക്കിവിടെ ബുദ്ധിമുട്ടാകും, ഇവിടെ നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അമ്മയോട് പറയാൻ മടിയാണ്. പിന്നെ കാണിക്കുന്ന സ്കൂളാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ അമ്മാവൻ. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ അമ്മാവന് ചായയും കൊണ്ട് വന്നപ്പോൾ ഇയാൾ ഇരിക്കുന്നത് നോക്ക്. എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് കാണട്ടെ എന്നും വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ അതൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ എന്തൊക്കെ ചോദിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഒരുമാതിരി ഇതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഇറങ്ങിപ്പോവും. ഇതാണ് ഈ പെണ്ണിൻ്റെ അച്ഛൻ. എന്ന് വെച്ചാൽ ആൾ വയ്യാതെ കിടക്കുകയാണ്. ഇവരെല്ലാവരും ഈ അമ്മാവൻ്റെ വീട്ടിലാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വലിയ കഴിവൊന്നുമില്ല. അച്ഛനാണെങ്കിൽ വയ്യാതെ കിടക്കുന്നു, മരുന്നില്ല. അപ്പോൾ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഈ പെണ്ണ് പറയും, മരുന്ന് മേടിക്കാൻ പൈസ നീ അമ്മാവനോട് ചോദിക്കുക, നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പെണ്ണിനാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നു. എന്ന് വെച്ചാൽ പൈസ ഇല്ല, വേറൊരു വഴിയില്ല, ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവനാണ് കേട്ടോ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ പെണ്ണിൻ്റെ പുറകെ നടക്കുകയാണ്. ഇവൻ വളയ്ക്കാൻ നോക്കുകയാണ്. അമ്മ നാളെ എക്സാം ഫീസ് കൊടുക്കണം, ലാസ്റ്റ് ഡേറ്റാ, നാളെ കൊടുത്തില്ലെങ്കിൽ എക്സാം എഴുതിക്കില്ല, മോളൊരു കാര്യം ചെയ്യുക, അമ്മാവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, അല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ പെണ്ണുകുട്ടിയാണെങ്കിൽ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പോയി ചോദിക്കും. അപ്പോൾ ഇയാളാണ് ചോദിക്കും, മോളെ കോളേജൊക്കെ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അമ്മാവ എനിക്ക് നാളെ എക്സാം ഫീസ് അടയ്ക്കണം, അതിന് പൈസ ഇല്ല എന്ന് പറയും. ഇയാൾ പറയും, അതൊക്കെ അടയ്ക്കാം, നീ ആദ്യം പോയി ഡോർ അടയ്ക്കുമെന്ന് പറയും. എന്നിട്ട് ഈ പെണ്ണപ്പോഴത്തേക്കും ഇപ്പോൾ ഡോർ അടയ്ക്കും. അപ്പോൾ ഇയാളവിടെ ഇരിക്കും കേട്ടോ. കാലിന് എന്താ വേദനയാന്നൊക്കെ പറഞ്ഞിരിക്കും. എന്നിട്ട് പറയും, മോളെ നീ എൻ്റെ കാല് ഇവിടെ നിന്ന് തിരുമ്മി തരുമോ, കാലിന് നല്ല വേദനയാന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇയാൾ പറയും, കുറച്ചുകൂടെ മുകളിൽ അവിടെയാണ്, മുട്ടിൻ്റെ അവിടെയാണ്, പിന്നെ കുറച്ചുകൂടെ മുകളിൽ, മുട്ടിൻ്റെ മുകളിലാണ് എന്നൊക്കെ പറയും കേട്ടോ. എന്ന് വെച്ചാൽ ഉദ്ദേശം വേറെയാണ്. ഈ പെണ്ണാണെങ്കിൽ അങ്ങനെ ചെയ്യാണ്. എന്ന് വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല, ഫീസ് തന്നില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല, പിന്നെ പഠിത്തം ഭാവി എല്ലാം പോകും. അപ്പോൾ ഇയാൾ പറയും, കുറച്ചുകൂടെ മുകളിലെന്ന് പറഞ്ഞുകൊണ്ട് പഴത്തിൽ പിടിപ്പിക്കും. എന്നിട്ട് പഴത്തിൽ പിടിപ്പിച്ച് ചെയ്യിക്കുകയാണ്. ഈ പെണ്ണാണെങ്കിൽ കരയുകയാണ്. ഇയാളാണെങ്കിൽ നല്ല സുഖിക്കുകയാണ് ചെയ്യിപ്പിച്ച്. പിന്നെ ഈ പെണ്ണ് എണീറ്റ് പോകും കേട്ടോ. എന്ന് വെച്ചാൽ ചെയ്യിപ്പിച്ചിട്ട് എണീറ്റ് വിടുകയാണ്. പിന്നെ ഇയാളാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് എക്സാം ഫീസൊക്കെ അടയ്ക്കും. ഞാനാണ് ഇനി കുട്ടികളുടെ കാര്യം നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എക്സാം ഫീസൊക്കെ അടയ്ക്കും. മോളെ ഇനി പേടിക്കണ്ട, പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതുന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര മാന്യനാകും. പിന്നെ ഈ സ്കൂളിലൊരു സംഭവം കാണിക്കണം, ഒരു ചെറുക്കൻ തോളത്തൊന്നും ഇവൾ ദേഷ്യപ്പെടുന്നതൊക്കെ. പിന്നെ കാണിക്കുന്നത് ഈ അമ്മയും മോളെയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മ പറയും, മോളെ എനിക്കൊരു വീട്ടിൽ ജോലി ശരിയായിട്ടുണ്ട്, അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരാൻ പറ്റുള്ളൂ, അവിടെ പോയി നിൽക്കണം. അപ്പോൾ പിന്നെ ആരുമില്ല, വയ്യാണ്ട് കിടക്കുന്ന അച്ഛനും ഇവളും ഈ അമ്മാവനും ഉള്ളൂ. അപ്പോൾ ഇവളൊക്കെ ആകെ എന്തോ പോലെ ആകും. അമ്മാവനാണെങ്കിൽ പെണ്ണിനെ വിളിക്കും കേട്ടോ. എന്നിട്ട് ലാപ്ടോപ്പിൽ എന്തോ പഠിക്കുന്നത് കാണിച്ചു തരാം, അങ്ങനെ എന്തൊക്കെയോ പറയും. എന്നിട്ട് ഇതാണ് കാണിക്കുന്നത്, എന്താ പഴം പുഴുങ്ങിയത് തിന്നുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണ് പറയും, എനിക്കിതൊന്നും കാണണ്ട. ഇയാളപ്പോൾ കുറേ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും കേട്ടോ. അപ്പോൾ പറയും, നീ ഇത് കാണ്, ഇതൊക്കെ കാണേണ്ടതാണ്, പഴം വായിൽ വെക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അതൊക്കെ കാണണം, നീ ഇത് കാണ് പറയും. അപ്പോൾ ഇവള് പറയും, എനിക്കിത് കാണണ്ട, ഇതെനിക്കിഷ്ടമല്ല പറയുക. കാണുന്ന ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നിർബന്ധിച്ച് താഴേക്ക് ഇരുത്തിയിട്ട് പഴം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇയാൾ അമ്മാതിരി പണി കാണിക്കുകയാണ്. ഇയാൾ എന്നിട്ട് കിടന്ന് സൂയിക്കുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഈ പെണ്ണാണ് ഇപ്പോൾ ഈ വാ കഴുകുന്നതാണ്. എന്ന് വെച്ചാൽ അമ്മാതിരി പണിയാണ് അയാൾ കാണിച്ചത്. ആദ്യം വെള്ളം ഒഴിച്ച് കഴുകുന്നു, പിന്നെ ബ്രഷ് ഇട്ട് കഴുകുന്നു, പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് മൊത്തം തകർന്ന പടി നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.